പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അങ്ങനെ ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണ്. അത് എന്ത് ക്ലിയർ ആയെന്ന് നോക്കൂ. ഇതിപ്പോ നമ്മൾ എടുത്ത ഫോട്ടോ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോട്ടോയാണ്, എന്നിട്ട് പോലും പെർഫെക്റ്റ് ആയിട്ട് ഒറിജിനാലിറ്റിയോടുകൂടി ഇതെങ്ങനെ സാധിച്ചെടുക്കാം? റെമിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ മാജിക് ആണ് കേട്ടോ. ഇതിനെക്കുറിച്ചാണ് വിശദമായിട്ടൊന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. മൊബൈലിൽ ഫോട്ടോ എടുക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണെന്ന്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ റെമിനി എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ AI ഫോട്ടോ എൻഹാൻസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നത്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഈ ആപ്ലിക്കേഷൻ 4.5 റേറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല റിവ്യൂ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഹെഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗം നമ്മൾ സ്കിപ്പ് കൊടുക്കുക. എക്സ്പെക്ട് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത് ഒരു പെർമിഷൻ വരും, നമ്മളത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ എൻഹാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഞാൻ അധികം ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പിക്ചർ ഞാനിതാ എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ പിക്ചർ ഇതിലേക്ക് എടുത്തിരിക്കുകയാണ്. എൻഹാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കെയിൽ വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്കെയിൽ നമ്മളിങ്ങനെ നീക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ പിക്ചർ ക്ലാരിറ്റി ആവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? ഇത്രയും ഒറിജിനാലിറ്റിയിൽ ഒരു ആപ്ലിക്കേഷനിലും നമുക്ക് ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പിക്ചർ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കത്തില്ല. കണ്ടോ? അതിനുശേഷം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പരസ്യം നമ്മൾ കാണേണ്ടി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ഏത് ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്താലും ശരി തന്നെ നമുക്കൊരു പരസ്യം കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതാണ് ഇത്. പല പല ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ താഴെ. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഓപ്ഷൻ എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ പരസ്യം കാണണം എന്നുള്ളതാണ്. ഇതിനുശേഷം നമുക്ക് ഈ ടോപ്പ് ഭാഗത്തൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്പോൾ നമുക്കൊരു പരസ്യം കാണേണ്ടി ചിലപ്പം സാഹചര്യം വരും. പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ നമ്മൾ പരസ്യം കണ്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. നമുക്ക് ശകലം ബുദ്ധിമുട്ടായാലും നല്ല ക്ലാരിറ്റിയുള്ള പിക്ചർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അത് ഉറപ്പാണ്. എന്തായാലും ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യം വരും. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.